മക്കളെ സർക്കുലാർ മോഷൻ എന്നുള്ള ക്വസ്റ്റൻ ആണ്. മോഷൻ ഇൻ എ പ്ലെയിൻ. ക്വസ്റ്റൻ നോക്കിയേ നിങ്ങൾ. എ പാർട്ടിക്കിൾ മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡ് ഇൻ എ സർക്കുലാർ പാത്ത് മെയിൻറ്റെയിൻസ്. യൂണിഫോം സ്പീഡിൽ ഒരു പാർട്ടിക്കിൾ എന്തിൽ പോവാണ്? ഒരു സർക്കുലാർ പാത്തിൽ പോവാണ്. നീറ്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. എളുപ്പമുള്ള ക്വസ്റ്റൻ. നോക്ക് നിങ്ങൾ. ഇറ്റ് മെയിൻറ്റെയിൻസ് കോൺസ്റ്റന്റ് വെലോസിറ്റി, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ, കോൺസ്റ്റന്റ് വെലോസിറ്റി ബട്ട് വാരിയിങ് ആക്സിലറേഷൻ, വാരിയിങ് വെലോസിറ്റി ആൻഡ് വാരിയിങ് ആക്സിലറേഷൻ. ഇങ്ങനെയൊക്കെയാണുള്ളത്. സർക്കുലാർ മോഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വെലോസിറ്റി കോൺസ്റ്റന്റ് ആവില്ലല്ലോ. വെലോസിറ്റി കോൺസ്റ്റന്റ് ആവില്ല. കാരണം എന്താ? ഇവിടെ നിൽക്കുമ്പോൾ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി ഇങ്ങോട്ടേക്കാവും. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആ, പക്ഷെ അതിന്റെ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആ. അപ്പൊ വെലോസിറ്റി ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്തായാലും അല്ല. കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ല, ഇതും അല്ല. പിന്നെ ആക്സിലറേഷന്റെ അവസ്ഥ എന്താ നോക്കണം. എടാ, ഇതൊരു യൂണിഫോം സർക്കുലാർ മോഷനാ. അതുകൊണ്ട് തന്നെ ഇതിന് വരാൻ പോകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ആക്സിലറേഷനാണ്. ഇത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എപ്പോഴും ടുവേർഡ്സ് സെന്റർ ആണ്. അപ്പൊ അതിന്റെയും ഡയറക്ഷൻ മാറിയില്ലേ? ഇത് ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ടാണ്, ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ടാണ്, ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ട്. ഓരോ പോയിന്റിലും ഇതിന്റെ ഡയറക്ഷൻ ടുവേർഡ്സ് സെന്റർ വരും. ഓരോ ഇൻസ്റ്റന്റിലും ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് സെന്ററിലേക്ക് ആയിക്കൊണ്ടിരിക്കും. എപ്പോഴും സെന്ററിലേക്കാണെന്ന് വെച്ചിട്ട് അത് കോൺസ്റ്റന്റ് ഡയറക്ഷൻ അല്ല. അത് ഓരോ പോയിന്റിൽ നിന്നും സെന്റർ എന്ന് പറയുന്നത് വേറെ വേറെ ഡയറക്ഷനിലാണ് വരിക. അപ്പോൾ ആക്സിലറേഷനും വേരിയബിൾ ആണ്, വെലോസിറ്റിയും വേരിയബിൾ ആണ്. ഓർക്കേണ്ട, ഈ രണ്ടെണ്ണം വേരിയബിൾ ആണെങ്കിലും രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരിക? വാരിയിങ് വെലോസിറ്റി ആൻഡ് വാരിയിങ് ആക്സിലറേഷൻ. റെഡി അല്ലേ?